മാനവരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യപുത്രനായി ഭൂമിയിൽ അവതരിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സമാധാനത്തിന്റെ ഒരു ക്രിസ്മസ് ദിനം കൂടി ഞാൻ ആശംസിക്കുന്നു. ദി റൈസ് ഓഫ് മേഴ്സി മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന ഈ ക്രിസ്മസ് പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടക്കേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. നമുക്കിപ്പോൾ ഒരു ഗാനം ശ്രവിക്കാം. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലേഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലേഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. പകലോനു മുൻപേ പിതാവിന്റെ ഹൃത്തിലെ പ്രിയേക സൂര്യവാം ഉദയസൂര്യൻ. പകലോനു മുൻപേ പിതാവിന്റെ ഹൃത്തിലെ പ്രിയേക സൂര്യവാം ഉദയസൂര്യൻ. പ്രാഭവപൂർണനായി ഉയരുന്നിതാ പ്രതാപമോടിന്നേശുനാഥൻ. പ്രാഭവപൂർണനായി ഉയരുന്നിതാ പ്രതാപമോടിന്നേശുനാഥൻ. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ആ യേശു ഇന്നും ജീവിക്കുന്നു. ആകയാൽ ആകുലതകളെല്ലാം നമുക്ക് വെടിയാം. താൻ വാഴുകയാൽ ആകുലമില്ല. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ, എത്ര ധന്യമേ ലോകജീവിതം. ദൈവത്തിൻ പുത്രനാം യേശു പൂജാതനാം, സ്നേഹിപ്പാൻ ശ്രമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ. ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി, ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ, എത്ര ധന്യമേ ലോകജീവിതം. യേശു നമ്മുടെ സമാധാന പ്രഭുവാണ്. അവിടുത്തെ സന്നിധിയിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം.
करूँगा, कितना अच्छा है वो, कितना धन्य है वो, यीशु ही मेरे जीवन का साथी। कितना अच्छा है वो, कितना धन्य है वो, यीशु ही मेरे जीवन का साथी। मेरे जरूरतों को पूरी करता है वो, मेरी जरूरतों को पूरी करता है वो, कोई गति नहीं मुझको। प्रभु का धन्यवाद करूँगा, उसकी संगति में सदा रहूँगा। साथ चलूँगा मैं जय जरूर पाऊँगा, साथ चलूँगा मैं जय जरूर पाऊँगा। प्रभु का धन्यवाद करूँगा। എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിരുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. യേശുവിൻ്റെ ജനനത്തിങ്കൽ ഒരു അത്ഭുത നക്ഷത്രം ഉദിച്ചു. അത് കണ്ട ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് അത് അത്ഭുതമായി. നക്ഷത്രം കണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഇനി നമുക്ക് ഒരു ക്രിസ്മസ് സന്ദേശം കൂടി കേൾക്കാം. നമ്മുടെ ഉദയനക്ഷത്രമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു ക്രിസ്മസ് കാലം കൂടെ അടുത്തിരിക്കുകയാണ്. പലവിധമായ ആഘോഷങ്ങളിൽ നമ്മളെല്ലാം മുഴുകി തുടങ്ങിയിരിക്കുന്നു. ചിലർ അതിനെ കാര്യമാക്കുന്നില്ല. എന്നാൽ മറ്റു ചിലർ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളുടെ ഒരു ഭാഗമായി തീരുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയുമൊക്കെ. എന്തായാലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ, അല്ലെങ്കിൽ മാനവരക്ഷയ്ക്കായി ഭൂമിയിലേക്ക് കർത്താവ് യേശു ക്രിസ്തു ഒരു മനുഷ്യനായി കടന്നു വന്ന ആ നാളുകളെ ഓർക്കുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിന്തകളും ഒരുപാട് ആചാരങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാനിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങളാണ്. 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും വിദ്വാൻമാർ, അവർ കിഴക്ക് കണ്ട നക്ഷത്രം, ഇതൊക്കെ ഒരുപാട് പഠനവിധേയമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. ആരാണ് വിദ്വാൻമാർ? വിദ്വാൻമാരെക്കുറിച്ച് പല ചിന്തകളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാഗി എന്ന് പറഞ്ഞാൽ പേർഷ്യൻ വാക്കിൽ അത് പറഞ്ഞിരിക്കുന്നത്, മാഗി എന്ന് പറഞ്ഞാൽ അവർ ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് കൂടുതലായി പഠനങ്ങൾ നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് എന്ന് പറയുന്നു.
മറ്റൊരു തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വിദ്വാൻമാരെ കുറിച്ച് പറയുന്നത് അവർ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രവചനങ്ങൾ, ശകുനവാദങ്ങൾ, സ്വപ്നങ്ങൾ, സ്വപ്ന വ്യാഖ്യാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പല പ്രവാചക ഗണത്തിൽ അല്ലെങ്കിൽ പുരോഹിത ഗണത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു. അവരെക്കുറിച്ചുള്ള പല പഠനങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജാതീയ ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരുന്നു ഇവർ. ഈ നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്ന ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരുന്ന ഇവർക്ക് വ്യത്യസ്തമായ ഒരു നക്ഷത്രം കണ്ടപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഉത്കണ്ഠ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നക്ഷത്രത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. ചില നക്ഷത്രങ്ങളുടെ പേരുകൾ പറഞ്ഞിരിക്കുന്ന കാണാനായിട്ട് കഴിയും. എന്താണ് നക്ഷത്രങ്ങൾ? നക്ഷത്രങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നോക്കുക, ഈ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒന്നാണ് നക്ഷത്രം. നക്ഷത്രങ്ങളുടേതാകുന്ന അതിൻ്റെ വലിപ്പങ്ങൾ, അതിൻ്റെ തേജസ്സിലുണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചെല്ലാം പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. മാത്രമല്ല, വേദപുസ്തകങ്ങൾ പഠിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 147 അധ്യായം 4 വാക്യത്തിൽ പറയുന്നത് ദൈവം നക്ഷത്രങ്ങൾക്ക് എണ്ണം നോക്കുകയും അതിനെ പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നോക്കുക, നക്ഷത്രങ്ങൾക്ക് പല പേരുകളുണ്ട്. എന്നാൽ ദൈവം ഈ നക്ഷത്രത്തെക്കുറിച്ച് അബ്രഹാമിനോട് പറയുന്നുണ്ട്. ദൈവം അബ്രഹാമിനൊരു വാഗ്ദത്തം കൊടുക്കുമ്പോൾ നിനക്ക് ഈ ആകാശത്തിലെ നക്ഷത്രങ്ങൾ നിനക്ക് എണ്ണാമെങ്കിൽ എണ്ണിക്കോ, ആ വിധത്തിൽ ഞാൻ നിനക്ക് തലമുറകളെ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട്, എണ്ണുവാൻ കഴിയാത്ത വിധത്തിലുള്ള തലമുറകളെ നിനക്ക് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാഗ്ദത്തം ദൈവം കൊടുക്കുകയാണ്. ഒരു മനുഷ്യന് അത് എണ്ണിത്തീർക്കാൻ കഴിയുകയില്ല. എങ്കിലും പല തലത്തിലുള്ള പല കണക്കുകളും പറയുന്നുണ്ട്. ലക്ഷോപലക്ഷം നക്ഷത്രങ്ങളുണ്ട്. പക്ഷേ ഇതുവരെയും പൂർണ്ണമായി അതിൻ്റെ എണ്ണം എടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അന്തരീക്ഷത്തിലുള്ള പല പൊടിപടലങ്ങളും മറ്റു പല കാര്യങ്ങളും ഒക്കെ കൊണ്ട് അതിനെ പൂർണ്ണമായി മനുഷ്യന് അതിനെ എണ്ണി തികയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ലെന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സൃഷ്ടികർത്താവായ ദൈവം തന്നെ നക്ഷത്രങ്ങൾക്ക് പേർ വിളിക്കുകയും അതിനെ എണ്ണം നോക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല നക്ഷത്രങ്ങൾ നമുക്ക് യോബിൻ്റെ പുസ്തകം, ആമോസ് പ്രവാചകന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മകയിരം, കാർത്തിക, അതുപോലെ രാശിചക്രം, സപ്തർഷി, അതുപോലെ ദക്ഷിണമണ്ഡലങ്ങളിലുള്ള നക്ഷത്രം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല. കാർത്തിക എന്ന് പറയുന്നത് തന്നെ 7 വലിയ നക്ഷത്രങ്ങളും പിന്നെ അതിനോട് ചേർന്ന് മറ്റ് ചെറു നക്ഷത്രങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു സമൂഹമാണ് എന്നാണ് കാണാനായിട്ട് കഴിയുന്നത്. കാർത്തിക എന്ന് പറയുന്നത് അത് സൂര്യനിൽ നിന്ന് തന്നെ ഏകദേശം 300 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ കാണുന്നു. അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ സൃഷ്ടിച്ച ദൈവത്തിന് അതിനെ പേര് വിളിക്കുകയും അതിൻ്റെ എണ്ണത്തെ നോക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 19 നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇത്ര സുന്ദരമായിട്ടാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് കാണാനായിട്ട് കഴിയും. ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ ക്രിസ്മസ് കാലയളവിൽ ഒരുപാട് നക്ഷത്രങ്ങൾ എല്ലായിടത്തും പലയിടങ്ങളിലും ജാതിമത ഭേദമന്യേ നമ്മൾ ഈ നക്ഷത്രങ്ങൾ കാണുന്നുണ്ട്, അല്ലേ? പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ടുള്ള ചില രാഷ്ട്രീയ ഇടപെടലുകളും വന്നതായിട്ട് വളരെയധികം ദുഃഖകരമായ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. അതൊന്നും ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നക്ഷത്രങ്ങൾ കുട്ടികൾക്ക് കൗതുകമാണ്. അപ്പോൾ അത് തന്നെ ജാതിമത വ്യത്യാസങ്ങളില്ല. നമ്മുടെ കേരളക്കരയിൽ മിക്കവാറും എല്ലാ ഇടങ്ങളിലും ഉപയോഗിക്കുക നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ വിദ്വാൻമാർ കണ്ട ഈ നക്ഷത്രമായിരുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ച് കണ്ടതായിട്ടുള്ള നക്ഷത്രമായിരുന്നു അവരെ ആകർഷിച്ചത് എന്ന് കാണാനായിട്ട് സാധിക്കും. നമുക്ക് നക്ഷത്രങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ ദൈവം സൃഷ്ടിച്ചതാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി വെറുതെ ഞാനൊരു ചില വായനകളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്, ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം അറിയാമല്ലോ, പഠിക്കുന്നവർക്ക്, ശാസ്ത്രലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതറിയാം. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഭൂമിയേക്കാൾ 13 ലക്ഷം മടങ്ങ് വലിപ്പമുണ്ട് സൂര്യന് എന്നാണ് കാണുന്നത്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ സൂര്യനുള്ളിൽ ഈ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമി, ഇതുപോലെയുള്ള 13 ലക്ഷം ഭൂമിയെ നമ്മുടെ സൂര്യനിൽ ഉൾക്കൊള്ളാനായിട്ട് കഴിയുമെന്നാണ്. എത്ര ഭയങ്കരമാണ് അപ്പോൾ സൂര്യൻ്റെ വലിപ്പം, അല്ലേ? 13 ലക്ഷം ഭൂമി സൂര്യനിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം വലിപ്പമാണ് സൂര്യൻ. പിന്നെ സൂര്യനേക്കാളും 10 ലക്ഷം മടങ്ങുള്ള വേറെ നക്ഷത്രങ്ങളുണ്ട് അത്രേ. അപ്പോൾ നോക്ക് എത്ര ഭയങ്കരമായിട്ടാണ് ഓരോന്നിനെയും ഈ സൃഷ്ടികർത്താവ് സൃഷ്ടിക്കുകയും അതതിൻ്റെ സ്ഥാനങ്ങളിലാക്കി വെച്ചിരിക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഈ ദൈവത്തിൻ്റെ സൃഷ്ടികർത്താവിൻ്റെ ആ സൃഷ്ടി വൈഭവം എത്ര ഭയങ്കരമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ഇടപെടൽ അത് ഭയങ്കരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, അത്ര വലിയവനായ ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് ഈ ഭൂമിയെ നാസ്തിത്വത്തിൽ നിർത്തിയിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്. അപ്പോൾ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സൂര്യനും മറ്റ് നക്ഷത്രങ്ങളും തമ്മിലുള്ള അകലത്തെക്കുറിച്ചെല്ലാം ഇയ്യോബിൻ്റെ പുസ്തകത്തിലൊക്കെ കാണാനായിട്ട് കഴിയും. ഇതെല്ലാം പിന്നത്തേതിൽ ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിരിക്കുന്നതും കാണാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ള പഠനങ്ങൾ പണ്ട് മുതൽ തന്നെ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നു
നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അന്നത്തെ ജാതീയ ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് വ്യത്യസ്തമായ ഒരു നക്ഷത്രം കാണുന്നത്. ഈ നക്ഷത്രത്തെക്കുറിച്ച് തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. ചിലർ പറയുന്നത് ഒരു വാൽ നക്ഷത്രമായിരുന്നു. ആ വാൽ നക്ഷത്രം ആണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു വാൽ നക്ഷത്രത്തിന് അധികം സമയം ഇങ്ങനെ നിലനിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അത് ഒരുപാട് സമയം വാൽ നക്ഷത്രം നിൽക്കുകയില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അന്ന് കണ്ടതായിട്ടുള്ള ഈ വാന ജ്യോതിശാസ്ത്രജ്ഞന്മാർ കണ്ടതായിട്ടുള്ള നക്ഷത്രം ഒരു വാൽ നക്ഷത്രം ആയിരുന്നില്ല എന്ന് പറയുന്നു. മറ്റു ചിലർ പറയുന്നത് BC 7 ശുക്രനും വ്യാഴവും ശനിയും തമ്മിൽ ഒരുമിച്ച് സംഗമിച്ചുകൊണ്ടുള്ള ഒരു സംഗമമുണ്ടായി. ഈ നക്ഷത്ര സമൂഹങ്ങൾ തമ്മിൽ ഒരു സംഗമമുണ്ടായി. അതായിരിക്കാം ഈ ശാസ്ത്രജ്ഞന്മാർ കണ്ടതായിട്ടുള്ള നക്ഷത്രമെന്ന് പറയുന്നുണ്ട്. അതും ഒത്തുവരുന്നില്ല. കാരണം യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചെല്ലാം പഠിക്കുമ്പോൾ ഏകദേശം BC 4 വരുന്നത്. അതുകൊണ്ട് ആ BC 7 ആ ഗ്രഹങ്ങളുടെ സംയോഗം, അതായത് ശുക്രൻ, വ്യാഴം, ശനി എന്ന് പറയുന്ന ഈ ഗ്രഹങ്ങളുടെ സംയോഗമായിരിക്കുവാനും സാധ്യതയില്ല എന്ന് കാണാനായിട്ട് കഴിയുന്നു. ഇതിനെക്കുറിച്ച് ആ നക്ഷത്രത്തെക്കുറിച്ച് പല പഠനങ്ങളും പറയും, പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പിന്നെ എന്താണത്? അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഒരു മാനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാക്കുന്നതിന് അപ്പുറമായ തലത്തിൽ വ്യത്യസ്തമായ സൂപ്പർ നാച്ചുറലായി ഉണ്ടായ അല്ലെങ്കിൽ വെളിപ്പെട്ടതായ ഒരു നക്ഷത്രത്തെയാണ് ആ കാലയളവിൽ ഈ വാന ജ്യോതിശാസ്ത്രജ്ഞന്മാർ കണ്ടത് എന്ന് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർക്ക് ജിജ്ഞാസ ഉണ്ടായത്. സാധാരണഗതിയിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുടെ സമൂഹങ്ങളും സംയോഗങ്ങളും ഒക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിൻ്റെ കാലയളവ്, അത് എത്ര സമയം നിൽക്കും, അത് എങ്ങനെയായിരിക്കും, അതിൻ്റെ ചലനങ്ങൾക്ക് അവർക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. പക്ഷേ അന്ന് വരെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തലത്തിലുള്ള വ്യത്യസ്തമായ ഒരു നക്ഷത്രം ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് ഇവർക്ക് ജിജ്ഞാസ ഉണ്ടായി. അവരുടെ മനസ്സിനകത്ത് അതിനെക്കുറിച്ചുള്ള അറിയാനുള്ള ആഗ്രഹമുണ്ടായി. അതിങ്ങനെ ചലിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇതെന്തോ ഒരു വ്യത്യസ്തമായ അവസ്ഥയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെക്കുറിച്ച് അറിയാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് അവർ അതിനെ പിന്തുടരുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഇതൊരു വ്യത്യസ്തനായ ഒരു വ്യക്തിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു നക്ഷത്രമാണെന്ന് അവർ ഗ്രഹിക്കുകയും അങ്ങനെ അവർ കടന്നു വന്ന അവസ്ഥയെക്കുറിച്ചാണ് യഹൂദയിലെ ബേത്ലഹേമിൽ അവർ എത്തി. കർത്താവ് യേശു ക്രിസ്തു ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി എന്ന് കാണുന്നത്. അപ്പോൾ അവർ യെരുശലേമിൽ വരികയാണ്. കിഴക്കുണ്ടായിരുന്ന ഈ വാനജ്യോതി ശാസ്ത്രജ്ഞന്മാരും ഈ ശകുനവാദികളും അതുപോലുള്ള സ്വപ്ന വ്യാഖ്യാതാക്കളും ഒക്കെ പ്രവചനത്തിലൊക്കെ വിശ്വാസമുണ്ടായിരുന്നവരും അവർ ശക്തന്മാരായിരുന്നതൊക്കെയാണ് അവരെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത്. പക്ഷേ ഈ നക്ഷത്രം ഇവരിൽ വ്യത്യസ്തമായ ചിന്തകൾ ഉരുവാക്കുവാൻ, ജിജ്ഞാസ അറിയുവാനുള്ള ആഗ്രഹമുണ്ടായപ്പോൾ അവർ അതിന് 3 പേരാണെന്നൊന്നും തെളിവൊന്നുമില്ല, ഒരു സംഘം ആൾക്കാരായിരിക്കാം എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ കിഴക്ക് ദേശത്ത് നിന്ന് ജെറുസലേമിലേക്ക് എത്തിയ ഒരു വാർത്തയാണ് മത്തായി സുവിശേഷത്തിൽ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷേ അങ്ങനെ അവർക്ക് മനസ്സിലായി ഇതൊരു സാധാരണ വ്യക്തിയുടേതല്ല. പിന്നെ നക്ഷത്രങ്ങൾ തന്നെ ചില അധികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പഠനങ്ങളൊക്കെ ഇവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകുന്നത് ഇതൊരു രാജാവായി പിറക്കുകയാണ്. അപ്പോൾ ഇത് പോകുന്നത് മനസ്സിലാക്കുമ്പോൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നിരിക്കുന്ന ഒരാളിൻ്റെ നക്ഷത്രമാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത് മനസ്സിലാക്കുകയും അന്ന് യഹൂദിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുരാജാവായിരിക്കുന്നത്, അതായത് റോമൻ ചക്രവർത്തി ഒരു കാവൽ ഭരണം ഏൽപ്പിച്ചിരിക്കുകയാണ് ഹെരോദാവിൻ്റെ കയ്യിൽ. അദ്ദേഹം ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൊട്ടാരത്തിലേക്ക് അവർ കയറി ചെല്ലുന്നു. ഇവിടെ ആയിരിക്കണമല്ലോ രാജാവ് പിറക്കേണ്ടത് എന്നുള്ള അവസ്ഥയിലൂടെ ചെല്ലുമ്പോഴാണ് അവർക്ക് അബദ്ധം മനസ്സിലാകുന്നത്. അവിടെയല്ല ആ വ്യക്തി പിറന്നിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ആ ഹെരോദാവ് ഭയങ്കരമായി ഭയപരവശനായി തീരുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാനായിട്ടുണ്ടെങ്കിലും ഞാൻ ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ മടുപ്പ് കൂടാതെ ഇനിയുള്ള സന്ദേശം വളരെ ശ്രദ്ധയോടെ കേൾക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യത്തിൽ യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും എന്ന് ഒരു പ്രവചനം കിടപ്പുണ്ട്. ആ പ്രവചനമാണ് ഈ കാലഘട്ടത്തിൽ നിറവേറിയിരിക്കുന്നത് ഈ വിദ്വാൻമാർ കാണുന്നത്. പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ നാളുകൾക്ക് മുമ്പേ, കാലങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു പ്രവചനത്തിൻ്റെ നിവർത്തീകരണമാണ് ഈ നക്ഷത്രം. ഞാൻ പറയുന്നു, ഒന്ന്, ഈ നക്ഷത്രം എന്ന് പറയുന്നത് കൃപയുടെ ഒരു അടയാളമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം വിശുദ്ധ വേദപുസ്തകം തന്നെ വെറുത്തിരുന്ന ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് ആ വിധത്തിൽ ശകുനവാദികളായി മറ്റു തലങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് രക്ഷിതാവിൻ്റെ നക്ഷത്രം വെളിപ്പെട്ടു എന്ന് പറയുന്നത് ഒരു വലിയ കൃപ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പ്രവചന നിവർത്തീകരണമാണ്.
അത് ഈ കാലഘട്ടത്തിൽ ദൈവം നിശ്ചയിച്ച സമയത്തിൽ അത് നിറവേറുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ ഒരു ക്രിസ്മസ് കാലയളവിൽ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം കാണിക്കുന്ന ഒരു കൃപയുടെ അടയാളമാണ് നമ്മൾ ഓരോ പ്രാവശ്യവും നക്ഷത്രങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉരുവാകേണ്ടത്. നമുക്ക് ആ ഒരു തലത്തിലും തന്നെ അർഹിക്കാതിരുന്നതായ രക്ഷ, ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നുപോയ മനുഷ്യന് രക്ഷ നൽകുവാനായി ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു, ആ യേശുവിൻ്റെ ജനനത്തിങ്കിൽ ഉണ്ടായ നക്ഷത്രം നമ്മുടെ എല്ലാ ഉള്ളത്തിലും പകർന്നു തരുന്ന സന്ദേശം ഇതാണ്: ഏതു മനുഷ്യർക്കും ദൈവത്തിൻ്റെ കൃപയാൽ ആ രക്ഷയെ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. പ്രകൃതി അതീതമായ എല്ലാ ശാസ്ത്രലോകത്തിനും ബുദ്ധിമണ്ഡലങ്ങൾക്കും മനസ്സിലാക്കുവാൻ കഴിയാതെ നിൽക്കുന്ന തലത്തിലുള്ള ഒരു മഹാ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു പ്രതിഭാസമായി കർത്താവിൻ്റെ രക്ഷ നമുക്ക് ഒരു അടയാളമായി ആ നക്ഷത്രം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. ആകയാൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവകൃപയുടെ ആഴം മനസ്സിലാക്കാൻ നമുക്കിടയാകട്ടെ. പാപത്തിൻ്റെ അടിത്തട്ടിൽ വീണുപോയ മനുഷ്യന്, പിശാചിൻ്റെ അടിമത്വത്തിൽ വീണുപോയ ആ മനുഷ്യന് രക്ഷിക്കുവാനായി ദൈവം മെനഞ്ഞ ഒരു വലിയ പദ്ധതിയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ്. ആ യേശുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രവചന നിവർത്തീകരണത്തിൻ്റെ ഒരു സമയമാണ്. 2025 അവസാന ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവമക്കളെ, നിങ്ങൾക്ക് ദൈവം നൽകിയ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിൻ്റെ കാലത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഹല്ലേലൂയ! വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അത് ഏറ്റെടുക്കുക. കൃപയാൽ ദൈവം നിങ്ങൾക്ക് നൽകിയ അനേകം ദൂതുകളുടെ, അനേകം വാഗ്ദത്തങ്ങളുടെ, അനേകം ദൈവത്തിൻ്റെ കൽപ്പനകളുടെ, വചനങ്ങളുടെ, ആശ്വാസ വാക്കുകളുടെ നിവർത്തീകരണത്തിൻ്റെ കാലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്, നമ്മൾ നിൽക്കുന്നത്. അത് പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ അവൻ്റെ കൃപയെ നാം സ്വീകരിച്ചുകൊണ്ട് അതിനെ ഫോളോ ചെയ്യുന്നെങ്കിൽ, അതിനെ അനുഗമിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആ ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള പദ്ധതിയുടെ പൂർത്തീകരണം ഈ കാലയളവിൽ നമുക്ക് കാണുവാൻ തക്കോണം ഇടയായിത്തീരും എന്നുകൂടെ ഞാനൊരു ദൈവിക സന്ദേശമായി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഈ നക്ഷത്രം അവരുടെ മുമ്പിൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ അതാണ് മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ആ നക്ഷത്രത്തെ അവർ അനുഗമിച്ചു. അത് ശിശു ഇരിക്കുന്ന ഇടമായ ആ ബേത്ലഹേമിൽ എത്തുവോളം അത് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ആ നക്ഷത്രം കണ്ടപ്പോൾ അവർക്ക് ഭയങ്കരമായ സന്തോഷമുണ്ടായി. എന്നാൽ അവർ യാത്ര ചെയ്ത് അവർ അവിടെ ശിശു ഇരിക്കുന്ന സ്ഥലത്ത് എത്തുകയാണ്. 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം: ആ വീട്ടിൽ അവർ ചെന്നു, ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. പ്രൈസ് ദി ലോർഡ്. അവർ ഈ നക്ഷത്രം ആ ശിശു ഇരിക്കുന്ന വീടോളം എത്തിച്ചേർന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ യേശു ഒരു കൈക്കുഞ്ഞല്ല. പിന്നെ നമുക്കറിയാം ഏകദേശം ഒരു 2 വയസ്സിനുള്ളിൽ പ്രായമുണ്ട് യേശുവിന് ആ സമയത്ത്. ആ ഒരു സമയം കൊണ്ടാണ് ഇവരവിടെ എത്തിച്ചേരുന്നത്. ആ 2 വയസ്സിന് ഓളം പ്രായമുണ്ടെന്ന് പറയാൻ കാരണം ഈ വിദ്വാൻമാർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം ഹേരോദാവ് കൊന്നുകളഞ്ഞു എന്നാണ് കാണുന്നത്. ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 2 വയസ്സിനടുത്ത് യേശുവിന് അന്ന് പ്രായമുണ്ടായിരിക്കണം. ഓക്കെ, ആ സമയത്ത് ഇവർ ആ വീട്ടിലെത്തി. ഇപ്പോൾ നക്ഷത്രം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, അടയാളം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ്റെ നക്ഷത്രം കണ്ടപ്പോൾ ആനന്ദമുണ്ടായി. അതവർക്ക് വഴി കാണിച്ചു കൊടുത്തപ്പോൾ അതിലും വലിയ സന്തോഷം. അവർ വഴിതെറ്റി പോയിട്ട് തിരിച്ചു വരുന്നവർ അവർക്ക് വേണ്ടി കാത്തുനിന്ന നക്ഷത്രത്തെ കണ്ടപ്പോൾ അതിലും ഭയങ്കര സന്തോഷം അവർക്കുണ്ടായി. പക്ഷേ അവർ ആ നക്ഷത്രത്തെ അനുഗമിച്ചു, അടയാളത്തെ അനുഗമിച്ചു. എന്നാൽ അവരുടെ ലക്ഷ്യം നക്ഷത്രമായിരുന്നില്ലെന്ന് ഓർക്കണം. പിന്നെന്തായിരുന്നു? ആരുടെ അടയാളമായിട്ടാണോ നക്ഷത്രം വന്നിരിക്കുന്നത് ആ വ്യക്തിയെ കാണുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അവർ ലക്ഷ്യം തെറ്റിയില്ല, ആ ലക്ഷ്യത്തിൽ നിന്ന് അവർ പിന്മാറിയില്ല. അവർ നക്ഷത്രം എന്ന അടയാളത്തെ പിൻപറ്റിയത് ശരിയാണ്, നക്ഷത്രം കണ്ടപ്പോൾ സന്തോഷിച്ചത് ശരിയാണ്. പക്ഷേ അവരുടെ ലക്ഷ്യം ആ നക്ഷത്രത്തിൽ കൊണ്ട് തീരുന്നതായിരുന്നില്ല. അവർ കാണേണ്ടവനെ കണ്ടു, അവിടെ എത്തിക്കഴിഞ്ഞ് അവനെ നമസ്കരിക്കുന്നു എന്ന് എഴുതിയിരിക്കുകയാണ്. ഇന്ന് അനേകം വ്യക്തികൾ അടയാളങ്ങളുടെ പുറകിലാണ്. അവർ കാണുന്ന താൽക്കാലികമായി തിളങ്ങി നിൽക്കുന്ന പലതും ചലിക്കുന്ന തലങ്ങളിലുള്ള പല അടയാളങ്ങളുടെ പുറകിൽ, പല അത്ഭുതങ്ങളുടെ പുറകിൽ, പല സൂപ്പർ നാച്ചുറലായി പറയുന്ന പല കാര്യങ്ങളുടെ പുറകിലാണ് പലരും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനപ്പുറമായ തലങ്ങളിലേക്ക് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും വ്യത്യസ്തമായെന്ന് കണ്ടാൽ അതിൻ്റെ പുറകിലാണ്. ലക്ഷ്യമില്ലാത്ത ഒരു യാത്രയായി പലരും കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം അനേകർ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പ് വഴി കാണിക്കാനായിട്ട് വന്ന യോഹന്നാൻ സ്നാപകൻ. അതിനെക്കുറിച്ച് വചനത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്, പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ യോഹന്നാനിൽ സന്തോഷിക്കുകയാണ്, അവൻ അല്പകാലത്തേക്ക് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുന്നു
പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു അല്പകാലത്തേക്ക്. എന്നാൽ ശരിയായിട്ടുള്ളത് ആരാധനയ്ക്ക് യോഗ്യനായവൻ നമുക്ക് വേണ്ടി വരുന്നതേ ഉള്ളൂ. അത് കർത്താവ് യേശു ക്രിസ്തു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുവിന് മുമ്പ് വഴി കാണിക്കാൻ വന്ന യോഹന്നാൻ സ്നാപകനിൽ നിങ്ങൾ സന്തോഷിച്ചു. അത് ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വെളിച്ചമായിരുന്നു. അത് അല്പകാലത്തേക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ നിത്യമായ മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന രക്ഷ വരുന്നതേ ഉള്ളൂ. ആ ക്രിസ്തുവിലേക്ക് കടന്നു വരണം എന്നുള്ള സന്ദേശമാണ് അപ്പോൾ നൽകുന്നത്. അപ്പോൾ അനേകർ അടയാളങ്ങളുടെ പുറകിലേക്ക് കടന്നുപോയിട്ട് പൂർണ്ണതയിലെത്താതെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തെയാണ് കാണാൻ കഴിയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ വിദ്വാൻമാർ അവർ ഈ ചലിക്കുന്ന അത്ഭുതകരമായ നക്ഷത്രം കണ്ടപ്പോൾ അവർക്ക് ആശ്ചര്യമായി. അവർ ശിശു ഇരിക്കുന്ന വീട് വരെ അത് അവർക്ക് വേണ്ടി വഴി കാണിച്ചത് അവർക്ക് ഭയങ്കര സന്തോഷമായി. വഴി തെറ്റിയിട്ടും അവർക്ക് വേണ്ടി കാത്തുനിന്ന നക്ഷത്രത്തെ കണ്ടപ്പോൾ അവർക്ക് അത്യന്തം സന്തോഷമായി. അവർ അതിൻ്റെ പിന്നാലെ കടന്നുപോയി. എന്നാൽ അവരുടെ ലക്ഷ്യം ഈ നക്ഷത്രം കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയെ കാണുക, അവനെ നമസ്കരിക്കുക, അവനെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു. അതാണ് 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവർ ആ വീട്ടിൽ ചെന്നു, ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. വേറെ ഒന്നും അവരുടെ ശ്രദ്ധയിലില്ല. അമ്മയായ മറിയ അവരുടെ ശ്രദ്ധയിൽ വരുന്നില്ല, അല്ലെങ്കിൽ നക്ഷത്രം അവർക്കൊരു അവരുടെ ശ്രദ്ധയിൽ കടന്നു വരുന്നില്ല. പിന്നെ അവരുടെ മനസ്സിൽ മുഴുവൻ നിന്നത് ആ വ്യത്യസ്തനായ വ്യക്തിയെ കാണുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം അവർ നോക്കുന്നില്ല, മറ്റൊന്നും നോക്കുന്നില്ല. ആ വ്യക്തിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവികത്വം, അതാണ് അവർക്ക് കൂടുതൽ അവരെ ആകർഷിച്ചത്. അതുകൊണ്ട് അമ്മയായ മറിയോടുകൂടെ അവർ ആ ശിശുവിനെ കാണുന്നു. ആ ശിശുവിനെ അവർ വീണ് നമസ്കരിക്കുന്നു. ഇത്രയും ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാർ, ഇത്രയും ധനികരായിട്ടുള്ള ആൾക്കാർ അവരവരുടെ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് സമർപ്പിക്കുന്നതന്നെ പൊന്നും മൂരും കുന്തിരുക്കുമെല്ലാം സമർപ്പിക്കുന്നു. അറിവുള്ളവർ, വിവേകമുള്ളവർ, ജ്ഞാനികളായിട്ടുള്ള വ്യക്തി ജീവിതങ്ങൾ, അവർ ആ ഒരു ശിശു ആ പ്രായമല്ല, ആ ശിശു ആരാണ്, അവനിരിക്കുന്ന മാഹാത്മ്യം എന്താണ്, അവിടുന്ന് ആരാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് ആ കർത്താവിന് മുമ്പിൽ അവർക്കുള്ളതെല്ലാം സമർപ്പിച്ചിട്ട് അവർ വീണ് നമസ്കരിച്ചു, ആരാധിച്ചു. ആരെ? യേശുവിനെ. അവർ കാഴ്ചവെച്ചത് ആർക്ക? യേശുവിൻ്റെ മുമ്പിൽ. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെയാണ് ഈ അടുത്ത് എനിക്ക് പറയാനുള്ള സന്ദേശം എന്ന് പറയുന്നത്. സൃഷ്ടികൾ നമുക്ക്, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ, പല കാര്യങ്ങളും നമുക്കൊരു അടയാളമായി തീർന്നേക്കാം, നമുക്കൊരു സഹായമായി മാറിയേക്കാം, നമുക്ക് പലപ്പോഴും സത്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളായി മാറിയേക്കാം. പക്ഷേ പലപ്പോഴും നമ്മൾ അവിടെ തന്നെ കുഴങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. അത് മാറി ശരിയായ വിധത്തിൽ എവിടെയാണ് രക്ഷ, ആരാണ് രക്ഷകൻ അറിയുമ്പോൾ ബാക്കിയെല്ലാം മറന്നിട്ട് ആരാധിക്കേണ്ടവനെ, നമസ്കരിക്കേണ്ടവനെ നമസ്കരിച്ച് തങ്ങളെ തന്നെ സമർപ്പിക്കേണ്ടവന്റെ മുമ്പിൽ അവർ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവർ കാഴ്ചകൾ വെച്ച് നമസ്കരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഈ നക്ഷത്രത്തെ അല്ല അവർ നമസ്കരിച്ചെന്ന് ഓർക്കണം. നക്ഷത്രം, ഒരിക്കൽ കൂടെ പറയുന്നു, വഴികാട്ടിയായിരുന്നു. അതിനെ അവർ നമസ്കരിച്ചില്ല. അവർക്ക് സന്തോഷം അത് പകർന്നു കൊടുത്തു. പക്ഷെ അവർ പൂർണ്ണമായ സന്തോഷത്തിലെത്തിയത് ക്രിസ്തുവിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നപ്പോഴാണ്. അവിടെയാണ് അവർ വീണ് നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി അവർ സമർപ്പിക്കുകയാണ്, സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണമായ അനുഭവത്തിലേക്ക്, ആ ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ വണ്ണം ഏതെങ്കിലും അടയാളങ്ങൾ, ഏതെങ്കിലും അത്ഭുതങ്ങൾ, ഏതെങ്കിലും പ്രവാചകന്മാർ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഇപ്പോഴും ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ എത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഒരുപാട് പ്രവാചകന്മാർ ഉണ്ടായിരിക്കുന്ന കാലയളവിൽ അനേകം അടയാളങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ പുറകിൽ, അതും പല അടയാളങ്ങളും വ്യാജമാണ്, വളരെ വ്യാജമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കള്ള പ്രവചനങ്ങൾ പറഞ്ഞു നടക്കുന്ന, തട്ടിപ്പുകൾ നടത്തി നടക്കുന്ന, അടയാളങ്ങൾ കാണിക്കുന്നവരുടെ പുറകെ നടന്ന് യേശുവിന് കൊടുക്കേണ്ട ബഹുമാനത്തിൻ്റെ എത്രയോ മടങ്ങ് ഇവർക്കൊക്കെ കൊടുത്തിട്ട് അവരെയൊക്കെ പൂജിച്ച് ആരാധിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ പ്രവചനങ്ങൾക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്, അടയാളങ്ങൾക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്. അത് നമുക്ക് സന്തോഷം പകർന്നു തരിക തന്നെ ചെയ്യും. പക്ഷേ അതെല്ലാം താൽക്കാലികമാണ്. ശരിക്കും സത്യം അന്വേഷിക്കുന്ന, പൂർണ്ണതയിലെത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിലൊക്കെ സന്തോഷമുണ്ടെങ്കിലും അവൻ്റെ സന്തോഷത്തിൻ്റെ പൂർണ്ണത ലഭ്യമാകുന്നത് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എത്തുമ്പോൾ മാത്രമാണ്. കാരണം അവൻ്റെ സന്നിധിയിലാണ് സന്തോഷത്തിൻ്റെ പരിപൂർണതയും അവിടുത്തെ വലതുഭാഗത്തെന്നും പ്രമോദങ്ങളും ഉള്ളത്. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്തിൽ നമ്മൾ ഓരോ നക്ഷത്രങ്ങൾ കാണുമ്പോൾ ഓർക്കുക, ഒരടയാളമാണത്. എന്നാൽ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന രക്ഷകനാകുന്ന ക്രിസ്തു, അവനെ മറന്നിട്ടല്ല നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ആ ക്രിസ്തുവിനെ വ്യക്തിപരമായി ഒന്ന് കാണുമ്പോൾ, വ്യക്തിപരമായി ഒന്ന് അറിയുമ്പോൾ, അറിയാതെ അവിടുത്തെ പാദപീഠത്തിൽ വീഴുന്ന എത്ര, തങ്ങളുടെ വലിമ ഓർക്കാതെ, തങ്ങളുടെ പദവി ഓർക്കാതെ, തങ്ങളുടേതാവുന്ന യാതൊന്നും ഓർക്കാതെ ആ ക്രിസ്തുവിൻ്റെ മഹത്വം ദർശിച്ചുകൊണ്ട് അവിടുത്തെ പാദത്തിലേക്ക് വീണ് 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 കാഴ്ച
കാഴ്ചകൾ വെച്ച് 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 അവർ നമസ്കരിക്കുകയാണ്, ആരാധിക്കുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ആരാധിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. കാരണം ഈ നക്ഷത്രങ്ങളെല്ലാം ഒരു കാലത്ത് ഈ ആകാശമണ്ഡലങ്ങളിൽ നിന്ന് വീണുപോകും എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉൽക്ക വർഷം ഉണ്ടായിരുന്നു എന്നാണ്, അത് പലയിടങ്ങളിലും കാണാനായിട്ട് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നു. പക്ഷേ നക്ഷത്രങ്ങളൊന്നും നിലനിൽക്കത്തില്ലെന്നും അത് വീണുപോകുമെന്നും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10 മുതൽ 12 വരെ നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വീണുപോകും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. നോക്കുക, പിന്നെ ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും ഒന്നും ഇനി കാണുകയില്ലെന്ന് പറയുന്ന ഒരു കാലം വരും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 23-ാം വാക്യം. അപ്പോൾ ഈ ഒരു കാലഘട്ടം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ അത് പറഞ്ഞാൽ പലർക്കും അത് മനസ്സിലാകത്തില്ല. എന്നാൽ വേദപുസ്തകം വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് അക്ഷരം പ്രതി നിറവേറിയിട്ടുണ്ട്, നിറവേറിക്കൊണ്ടിരിക്കുന്നു, ഇനി നിറവേറാനായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കും. അത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും. അവസാന കാലഘട്ടത്തിൽ നക്ഷത്രങ്ങൾ പോലും അത് വീണുപോകും എന്ന് പറയുകയാണ്. അങ്ങനെ ഇരിക്കവേ വീണുപോകുന്നതിനെ എന്തിനാണ് നമ്മൾ നമസ്കരിക്കുക? അതിനെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം, അത് നമുക്ക് വഴികാട്ടി തരുന്നെങ്കിൽ സന്തോഷിക്കാം. പക്ഷെ പൂർണ്ണതയിൽ എത്തുവാൻ അത് ഈ ഒരു നക്ഷത്രങ്ങളും ഒരു 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 വലിയ അഭിഷിക്തന്മാരും അപ്പോസ്തലന്മാരും സോകോൾഡ് പ്രോഫറ്റ്സും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ക്രിസ്തുവിലേക്ക് എത്തുവാൻ ഇവർ തടസ്സമാകരുത്, ഒന്നും തടസ്സമാകരുത്. അതുകൊണ്ട് വീണു പോകുന്നതിൽ എത്ര എണ്ണം വീണ് കിടക്കുന്നല്ലേ, എത്ര എണ്ണം വീണ് കിടക്കുന്നു. വലിയ അത്ഭുതങ്ങളും പ്രവചനങ്ങളും പറഞ്ഞു നടന്നവർ, പല വ്യക്തികളും കള്ളപ്രവചനങ്ങൾ പറഞ്ഞ് പാപത്തിൽ വീണ് കിടക്കുന്ന വീണുപോയ നക്ഷത്രങ്ങളായി അല്ലെങ്കിൽ വീണുപോയ സാത്താന് തുല്യമായി നിൽക്കുകയാണ്. സാത്താൻ പോലും പറഞ്ഞ എന്താണ്? കർത്താവ് സൃഷ്ടിച്ച നക്ഷത്രങ്ങൾക്ക് മീതെ ഞാൻ എൻ്റെ സിംഹാസനം വയ്ക്കുമെന്നാണ്. നക്ഷത്രങ്ങൾക്ക് മീതെ ഞാൻ എൻ്റെ സിംഹാസനം വയ്ക്കും. അവൻ്റെ നോട്ടം നക്ഷത്രത്തിലായിരുന്നു, അതിൻ്റെ മേലെ അവൻ സിംഹാസനം വയ്ക്കും എന്ന് പറഞ്ഞ് ദൈവം ഒറ്റ വെട്ടി ലൂസിഫർ താഴെ പോയി അല്ലേ. ഇന്ന് കർത്താവിനേക്കാൾ കൂടുതൽ നക്ഷത്രമണ്ഡലങ്ങളിൽ നിന്ന് ശോഭിക്കാൻ ആഗ്രഹിക്കുന്ന പല വ്യക്തികളുമുണ്ട്. ആ മണ്ഡലങ്ങളിൽ നിന്ന് ശോഭിക്കാൻ, സ്റ്റാറായി തിളങ്ങാനായിട്ട് നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. പക്ഷേ ക്രിസ്തുവിനേക്കാൾ ഉയർന്ന തലങ്ങളിലേക്ക് എത്തി ജനങ്ങളെ ആകർഷിക്കുന്ന നക്ഷത്രങ്ങളായി തീരുന്നെങ്കിൽ ആ ലൂസിഫറിന് കിട്ടിയതിനപ്പുറമായിട്ട് വേറെ ഒന്നും കിട്ടാനില്ല. വീഴുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ വെട്ടേറ്റ്. അതുകൊണ്ട് നമ്മൾ പൂർണ്ണതയിലെത്തുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഈ ക്രിസ്മസ് കാലത്തിൽ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നും നമ്മളെ ആകർഷിച്ച് അവിടെ നിർത്തരുത്. നമ്മുടെ സന്തോഷത്തിൻ്റെ പൂർണ്ണത ക്രിസ്തുവിലാണെന്ന് ഗ്രഹിക്കാനുള്ള ഒരു അവബോധം ദൈവം നമുക്ക് തരാനായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 1-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള 16ഉം 20ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ 7 നക്ഷത്രത്തെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നു എന്നാണ്. 7 നക്ഷത്രം എന്ന് പറഞ്ഞാൽ 7 പൂർണ്ണതയെ കാണിക്കുന്നു. നക്ഷത്രങ്ങളെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്, സഭയുടെ ദൂതന്മാരാണെന്ന് നമുക്ക് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പഠിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. അതിൻ്റെ അർത്ഥം ആരെയും ഉപയോഗിക്കാൻ കഴിവുള്ളവൻ, സഭയുടെ ദൂതന്മാരെ വഹിക്കാൻ, സഭയുടെ മേലധ്യക്ഷന്മാരെ വഹിക്കാൻ കഴിവുള്ളവൻ, നക്ഷത്രങ്ങളെ വഹിക്കാൻ കഴിവുള്ളവൻ, നക്ഷത്രങ്ങളെ ഉപയോഗിക്കാൻ കഴിവുള്ളവൻ, നക്ഷത്രങ്ങളെ കൈക്കുള്ളിൽ പിടിച്ചിരിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച് അതിനെ കൈക്കുള്ളിൽ പിടിച്ച് അതിനെ തൻ്റെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാൻ കഴിവുള്ള സർവാധികാരിയായ കർത്താവായ യേശുവിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. ഹല്ലേലൂയ. കാരണം നാം കാണുന്ന നക്ഷത്രങ്ങൾ അത് വീണുപോകും എന്ന് പറയുകയാണ്. കാരണം നമ്മൾ ആവർത്തന പുസ്തകം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ പാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാപമായിരുന്നു വിഗ്രഹാരാധന എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന. അവർ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ആരാധിക്കുകയും അതിന് ധൂപം കാട്ടുകയൊക്കെ ചെയ്ത പാപത്തെക്കുറിച്ച് കാണാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഈ സൃഷ്ടികളെ അല്ല, സൃഷ്ടിതാവിലേക്ക് നാം ശ്രദ്ധയെ കൊണ്ടുവരണം എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. പ്രിയമുള്ളവരെ, ആകയാൽ നമ്മളുടേതാകുന്ന ആരാധനയും സ്തുതിയും മഹത്വവും ബഹുമാനവും എല്ലാം കൊടുക്കേണ്ടത് സൃഷ്ടികർത്താവും രക്ഷിതാവുമായ നമ്മുടെ കർത്താവിനാണ്. പ്രിയമുള്ളവരെ, ഈ കാണുന്നത് എല്ലാം ഒഴിഞ്ഞു പോകും. ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും ഒക്കെ ഒഴിഞ്ഞു പോകും അല്ലേ? വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ ആൾക്കാർ, വിദ്വാൻമാർ, അവർ കാണേണ്ടവനെ കണ്ടു, അവർ കാഴ്ചവെച്ചു, തങ്ങളെ തന്നെ സമർപ്പിച്ചു, നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ വേദപുസ്തകത്തിൽ 12-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ അടുക്കൽ എത്തുന്നത് വരെ ഈ നക്ഷത്രങ്ങൾ അവർക്ക് സഹായമായിരുന്നു. പിന്നെ ആ നക്ഷത്രം എങ്ങോട്ട് പോയെന്ന് അവർക്കറിയില്ല. ആ നക്ഷത്രത്തെ അന്വേഷിച്ച് അവർ പോയതുമില്ല. ആ നക്ഷത്രത്തെ അന്വേഷിച്ചവർ പോയില്ല. അവർ കാണേണ്ടതിനെ കണ്ടു. അവർ ലക്ഷ്യസമാപ്തിയിലെത്തി, അവർ ലക്ഷ്യപൂർത്തിയിലെത്തി, അവർ ആ ആത്മ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവർ എത്തുകയാണ്. പിന്നെ അവർ അവിടേക്ക് കൊണ്ടുവന്ന പഴയ വഴികളെ അവർ തിരഞ്ഞു നടക്കുന്നില്ല. ഹെരോദാവിൻ്റെ കൊട്ടാരങ്ങളും ആ വഴിയും അവർ നോക്കുന്നില്ല. നക്ഷത്രത്തെ അന്വേഷിച്ച് അവർ പോയതായി പറയുന്നില്ല. ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം അവർക്ക് ലഭ്യമായി കഴിഞ്ഞപ്പോൾ സ്വർഗസ്ഥനായ ദൈവം തന്നെ അവരോട് നേരിട്ട് സംസാരിക്കുന്നു. ഇത്രയും നേരം പല അടയാളങ്ങളിലൂടെ അവർക്ക് ദൈവം തൻ്റെ വഴി കാണിച്ചു കൊടുത്തു.
ഇപ്പോൾ ക്രിസ്തുവിനെ അവർ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ നേരിട്ട് സംസാരിക്കുകയാണ്, നിങ്ങൾ ഇനി പഴയ വഴിക്ക് പോകരുത്, നിങ്ങൾ ഇനി പഴയ നക്ഷത്രത്തെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, ഇനി നിങ്ങൾ വേറെ വഴിയായി പോകുവിൻ. ആ വഴി ദൈവം കാണിച്ചു കൊടുത്തു. ആ വഴി അവർ പോകുമ്പോൾ വഴി തെറ്റത്തില്ല. ഇനി അവർക്കൊരു അടയാളം അവർക്ക് വേണ്ടിയിരുന്നില്ല. അവർ മടങ്ങി പോവുകയാണ് വേറെ വഴിയായി. ഹല്ലേലൂയ. അവർ ഇത്രയും നേരം നക്ഷത്രത്തിൽ സന്തോഷിച്ചവിടെ കടന്നു വന്നവർ ഇനി എവിടെയാ നക്ഷത്രം, എവിടെ പോയി, എങ്ങോട്ട് പോയി, അതിൻ്റെ പിന്നാലെ അവർ അന്വേഷിച്ച് നടന്നില്ല. അതിനെക്കുറിച്ചുള്ള റീസർച്ചുകൾ അവർ ചെയ്യാനും പോയില്ല. ദൈവത്തെ അനുസരിച്ച് അവർ യാത്ര മുൻപിലേക്ക് പോവുകയാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. പലപ്പോഴും പല അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി മാത്രമാണ് പ്രാർത്ഥനകളും പ്രാർത്ഥന കൂട്ടായ്മകളും പ്രാർത്ഥനക്കാരെയും ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പോകാറുള്ളത്. എന്നാൽ ശരിയായ ഒരു വെളിപ്പാട്, ശരിയായിട്ടുള്ള ഒരു ലക്ഷ്യം ഈ ക്രിസ്മസ് കാലയളവിൽ ദൈവം നമുക്ക് ഈ സന്ദേശത്തിലൂടെ തൻ്റെ തിരുവചനങ്ങളിലൂടെ നമുക്ക് നൽകുകയാണ്. അത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിലേക്ക് അടുക്കൽ എത്തുവാൻ പ്രാർത്ഥനക്കാരനോ പ്രാർത്ഥന കൂട്ടായ്മകളോ അല്ലെങ്കിൽ ചില അടയാളങ്ങളോ അത്ഭുതങ്ങളോ ഒക്കെ കാരണമായി തീർന്നു എന്ന് വന്നേക്കാം. അതിനായി ദൈവത്തിന് സ്തോത്രം. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. എന്നാൽ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തുന്നത് നോക്കുക, നിലനിൽക്കുന്ന നക്ഷത്രത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. അതുകൊണ്ടാണ് സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, യേശു പിന്നെയും വരും, അവിടെ നിന്ന് ന്യായം വിധിക്കും. ഈ ലോകത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണമെല്ലാം കഴിഞ്ഞ് അവനെ തീർത്തു കളയുന്ന ഒരു സമയം വരും. അപ്പോൾ പറയുന്നു, ഇനി സൂര്യൻ ആവശ്യമില്ല, ചന്ദ്രനും ആവശ്യമില്ല. വെളിപ്പാട് 21:23 പറഞ്ഞിരിക്കുകയാണ്, ഈ നക്ഷത്രഗോളങ്ങളെല്ലാം പോകും, വീണുപോകും, സൂര്യനും പോലും പോകും, ചന്ദ്രൻ പോലും വേണ്ട. പിന്നെ അന്ന് അവിടെ പ്രകാശം ദൈവമായിരിക്കും, കുഞ്ഞാട് അതിൻ്റെ വിളക്കായിരിക്കും. അതായത് യേശു ക്രിസ്തു തന്നെ അതിൻ്റെ വിളക്ക് ആ രാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ വിളങ്ങും. നക്ഷത്രങ്ങളുടെ ആവശ്യമില്ല, സൂര്യചന്ദ്രന്മാരുടെ ആവശ്യങ്ങളില്ല. അവിടെ തന്നെ വെളിച്ചമായിരിക്കും. ആ കർത്താവാണ് ഇരുളടഞ്ഞ ലോകത്തിൽ വന്നിട്ട് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. ആ വഴിയും സത്യവും ജീവനുമായവൻ പറഞ്ഞു, ഞാൻ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ വെളിച്ചം പൂർണ്ണതയിൽ പ്രകാശിക്കുന്ന സമയം വരികയാണ്. അത് നമ്മുടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, രക്ഷയിലേക്ക്, ദൈവകൃപയിലേക്ക് നയിക്കുന്നതാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, വെളിപ്പാട് പുസ്തകം അതിൻ്റെ 22-ാം അധ്യായം 16-ാം വാക്യം, കർത്താവായ യേശു ക്രിസ്തു ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവും ആകുന്നു. ശുഭ്രമായ ഉദയ നക്ഷത്രമായ ക്രിസ്തു വരാനിരിക്കുന്നു. ബാക്കി എല്ലാ നക്ഷത്രങ്ങളും വീണു പോകുമ്പോൾ, ബാക്കി എല്ലാ സൃഷ്ടിജാലങ്ങളും, എല്ലാ സൂര്യനും ചന്ദ്രനും ഒക്കെ മാറിപ്പോകുമ്പോൾ, ആകാശം ഭൂമിയും മാറിപ്പോകുമ്പോൾ, പുതിയ ആകാശം പുതിയ ഭൂമിയും കടന്നു വരുമ്പോൾ അവിടെ സൂര്യനില്ല, ചന്ദ്രനില്ല. ദൈവത്തെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച, യേശുവിനെ കർത്താവായി അംഗീകരിച്ച ആരുടെ നിർബന്ധത്താലല്ല, ദൈവത്തിൻ്റെ കൃപയാൽ, അവിടുത്തെ കൃപ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണം അംഗീകരിച്ചുകൊണ്ട് ഒരു വ്യക്തി ക്രിസ്തുവിനെ അംഗീകരിച്ച് ജീവിക്കുമ്പോൾ ആ വ്യക്തിക്ക് സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരുവാൻ തൊക്കണം ഇവിടെയായിത്തീരും. അവിടെ സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല. പിന്നെയോ ശുഭ്രമായ ഉദയ നക്ഷത്രമായ ക്രിസ്തു അവിടെ എന്നേക്കും ശോഭിക്കാൻ തൊക്കണം ഇവിടെയായിത്തീരും. അതുകൊണ്ട് സൃഷ്ടികളെയല്ല, അടയാളങ്ങളെയല്ല, സൃഷ്ടികർത്താവിനെ, ശുഭ്രമായ ഉദയനക്ഷത്രമായ ക്രിസ്തുവിനെ കണ്ടെത്തി അവിടുത്തെ രക്ഷ കരസ്ഥമാക്കി പാപമോചനം പ്രാപിച്ച് യേശുവിൻ്റെ അടുക്കൽ എത്തുവാൻ നമുക്ക് പ്രയത്നിക്കാം. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ശക്തമായിട്ട് ഇടപെടുകയാണ്. ഇതിനെ തിരസ്കരിക്കാനോ അതിനെ കൈക്കൊള്ളുവാനോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കൃപയാൽ ഈ സന്ദേശം നിങ്ങളെ കർത്താവ് കേൾപ്പിക്കുകയാണ്. അവിടുത്തെ ഉദ്ദേശത്തിൻ്റെ പരിപൂർണത കാണുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് സ്വമനസ്സോടുകൂടി ഈ കർത്താവിനെ കണ്ടെത്തുവാൻ, പൂർണ്ണമായി സമർപ്പിക്കുവാൻ. ഇവിടെ നോക്കുക, ആരും നിർബന്ധിച്ചിട്ടല്ല ഈ വിദ്വാൻമാർ അവിടെ കടന്നു വന്നത്. ദൈവം ഒരു അടയാളം കൊടുത്തപ്പോൾ അതിനെ അവർ അംഗീകരിച്ചു, ഉൾക്കൊണ്ടു, അതിലവർ സന്തോഷിച്ചു. അതിനെ അടയാളത്തിൻ്റെ പൂർത്തീകരണം എന്തെന്ന്, ആരെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു പരപ്രേരണകളുമില്ലാതെ സ്വയം തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പാകെ വീണ് ആരാധിച്ച് നമസ്കരിച്ച് തങ്ങളുടെ വിലയേറിയ പൊന്നും മൂരും കുന്തിരുക്കവും കാഴ്ചവെച്ചു. അവരെ സായുജ്യമടഞ്ഞു. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവർ മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ തൊക്കെ ഇവിടെയായി തീർന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടവൻ്റെ ഗതി മാറും, ജീവിതം മാറും, ജീവിത ശൈലി മാറും, വഴി മാറും. ഇനി തെറ്റിദ്ധാരണകളിലേക്ക്, പാപത്തിൻ്റെ ഭയങ്കരമായ വഞ്ചനയും ചതിയും നിറഞ്ഞിരിക്കുന്ന, കൊലപാതകത്തിൻ്റെ ചിന്താഗതികളോടിരിക്കുന്ന, അസൂയയും അഹങ്കാരവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന രാജകീയ ഹേരോദ്യ കൊട്ടാരങ്ങളിലേക്ക് അവർ മടങ്ങിപ്പോകയില്ല. പഴയ വഴികളിലേക്കല്ല അവർ പോകുന്നത്. യേശു ക്രിസ്തുവിനെ കണ്ട ഒരു വ്യക്തിയുടെ ജീവിതം ഗതി മാറുകയാണ്. ശരിയായ വഴിയിലേക്ക് അവർ വഴിതിരിഞ്ഞു പോവുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവർ നടക്കുവാൻ തുടങ്ങുകയാണ്. പഴയത് മാറി, സകലതും
പുതുതാക്കപ്പെടുന്നു. ഒരു പുതിയ വർഷം ദൈവം അനുവദിച്ചാൽ നമ്മൾ കാണാനായിട്ടിരിക്കുകയാണ്. 2026 പുതിയ കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ, റിന്യൂ ചെയ്യുവാൻ, റിസ്റ്റോർ ചെയ്യുവാൻ, റീഫില്ല് ചെയ്യുവാൻ, റിവൈവൽ കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണ്. അതിനായി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം, ഒരുപക്ഷെ പിന്മാറ്റത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളോട് വളരെ വ്യക്തിപരമായി ദൈവം സംസാരിക്കുന്നു. ഇന്ന് ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ആ ഒരു റെസ്റ്റോറേഷനിലേക്ക്, ഒരു റീഫില്ലിങ്ങിലേക്ക് വീണ്ടും നിറയേണ്ടതിനായി കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒരു ഒഴിഞ്ഞ പാത്രം പോലെ കടന്നു വരുന്നെങ്കിൽ അവിടുത്തെ രക്ഷയുടെ സന്തോഷം കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. നിങ്ങളുടെ ഗതി മാറും, അവസ്ഥ മാറും, ജീവിതം മാറും, ജീവിത ശൈലികൾ മാറും, വഴി മാറും. പൂർണ്ണതയിൽ താങ്കൾ എത്തിച്ചേരാനിടയായിത്തീരും. കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുമോ? ഈ നക്ഷത്രം ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മോട് വിളിച്ചു പറയുകയാണ്, ക്രിസ്തു എന്ന ഉദയ നക്ഷത്രം വരാൻ സമയമായി. ഈ കാണുന്നതെല്ലാം അഴിഞ്ഞു പോകും. അന്ന് യേശുവിനോടൊപ്പം യുഗായുഗം നമുക്ക് വാഴുവാൻ, ആ ശുഭ്രമായ യേശുവിൻ്റെ ശുഭ്ര നക്ഷത്രമായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ യുഗായുഗം വാഴുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. അതിനിപ്പോൾ ഈ കർത്താവ് യേശുവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വമനസ്സോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ, വിടുതലിൻ്റെ, പുതുക്കപ്പെടുന്ന പുതിയ നന്മകൾ കൊണ്ട് നിറയുന്ന, വീണ്ടും പുതുക്കുന്ന, വീണ്ടും നിറയ്ക്കുന്ന ഒരു പുത്തൻ ഉണർവിനെ പകർന്നു തരുന്ന ഒരു പുതുവർഷം നിങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ. അത് പ്രാപിക്കുവാനായി നമുക്ക് എഴുന്നേൽക്കാം. Arise and shine. Hallelujah. ദൈവത്തിന് വേണ്ടി നമുക്ക് എഴുന്നേൽക്കാം. കർത്താവിൻ്റെ പ്രവർത്തികളിൽ നമുക്ക് പങ്കാളികളാകാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.